ഹേ ഗായ്സ്, ഇന്ന് ഞങ്ങൾ മൺട്രോത്തുരത്താണ് എത്തിയിരിക്കുന്നത്. അപ്പം ആദ്യമേ ഞങ്ങൾ ഇവിടെ വന്ന്, എൻ്റെ പേരെന്താണ്, ഇന്ത്യൻ കഫേയിൽ അച്ഛൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അവിടെ വന്നിട്ട് ഞങ്ങൾ ആദ്യമേ ചായ കുടിച്ചു. ഇനി ഞങ്ങൾ ബോട്ടിങ്ങിന് പോവാണ്. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. കാത്തു ബോട്ടിംഗ് എന്ന് പറഞ്ഞൊരു ബോട്ടിങ്ങിൽ ഞങ്ങൾ കയറിയിരിക്കുകയാണ്. ഞങ്ങൾ നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ബോട്ടിലൂടെ പോയപ്പോഴായിരുന്നു മുകളിലേക്കുള്ള ട്രെയിൻ പോകുന്നതും അടുത്തൂടെ ഹൗസ് ബോട്ട് പോകുന്നതൊക്കെ കാഴ്ചകൾ കണ്ടത്. നല്ല കണ്ണിന് കുളിർമ ഏകുന്ന കാഴ്ചകളായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ കള്ള് കൊണ്ടുവന്നായിരുന്നു, മുന്തിരിക്കള്ള്. അത് കുറച്ച് വീര്യം കുറവാണ്, അതുകൊണ്ട് ഞങ്ങൾ നല്ല മാക്ക അടിക്കുമായിരുന്നു. പൊന്നൂസായിരുന്നു വലിയ അടി. പിന്നെ ഞങ്ങൾ കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ചു. പിന്നെ അവിടെ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ വെച്ച് തന്നായിരുന്നു ആ ചേട്ടൻ. എന്നിട്ട് നമ്മൾ പാട്ടായി, ഡാൻസായി. പിന്നെ ഞങ്ങൾ എന്താണെന്നറിയത്തില്ല ഗൈസ് അങ്ങനെ ബോട്ടിലെ മാമന്മാര് ഞങ്ങളെ ഒരു സ്ഥലത്ത് എത്തിച്ചായിരുന്നു. നല്ല കണ്ടൽക്കാടുള്ള സ്ഥലത്തായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, കേറിക്കോ മക്കളെ, കേറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊന്നും നോക്കിയില്ല, ചാടി കയറി. പക്ഷെ എനിക്ക് ചാടി കയറിയിട്ട് ഇറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ ക്യാമറയിലൊന്നും കാണാതെ ഞങ്ങളുടെ ഏക ആങ്ങളേനെ ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കണ്ണാടി വെച്ച് കുരങ്ങനെ പോലെ ഇരിക്കുന്നതാണ് ഞങ്ങളുടെ ഏക സഹോദരൻ. ഈ മരത്തിൽ വലിപ്പമൊന്നും ചെറുപ്പമൊന്നും ഒന്നും ഇല്ലായിരുന്നു ഗൈസ്. മുതുക്കന്മാർ തൊട്ട് കുഞ്ഞി കല്ല് വരെ അതിനകത്ത് ചാടി കയറുമായിരുന്നു കുരങ്ങനെ പോലെ. അങ്ങനെ പൊന്നൂസ് കുറേ എക്സ്പ്രഷൻ ഇടുന്നു. കല്ലൂസിന് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ചാടുന്നു, തുള്ളുന്നു. സത്യം പറയാലോ, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ എന്നെ ഒരു മരക്കൊമ്പയിൽ കൊണ്ടിരുത്തി. എന്നിട്ട് അപ്പോഴും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി, ഭയങ്കര ഹാപ്പി ആയി. അങ്ങനെ എൻ്റെ മുഖത്ത് ഭയങ്കര പേടിയുണ്ട്, എന്നാലും കുറച്ച് എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നുണ്ട്. കള്ള് തലക്കേറി അത് കഴിഞ്ഞ് ഞങ്ങളെ അവിടെ നിന്ന് കൊണ്ടുപോയി, ഞങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന, നമ്മൾ സാമ്പ്രാണിക്കുടിയിലെ വ്ളോഗ് കണ്ടതുപോലത്തെ ഒരു സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. പിന്നെ അമ്മ കുറച്ച് എക്സ്പ്രഷനൊക്കെ ഇട്ടു. പിന്നെ ഞങ്ങൾ ഒരു വള്ളത്തിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു ചേട്ടൻ്റെ അടുത്ത് പോയി സംസാരിച്ചു. ഞങ്ങൾ വള്ളത്തിൽ കയറാൻ പോവുകയാണ്. ഇതാണ് ഗൈസ് ഞങ്ങൾ പറഞ്ഞ വള്ളം. ഞാനുണ്ടായിരുന്നു, കല്ലുണ്ടായിരുന്നു, അച്ചുവണ്ണനുണ്ടായിരുന്നു. പിന്നെ പൊന്നു ഇതാ തുഴയുന്ന കണക്കൊക്കെ ആക്ഷൻ കാണിക്കുന്നു. ഒരു ഇഞ്ച് പോലും തുഴഞ്ഞില്ല. പിന്നെ ഞങ്ങളിതാ വീണ്ടും ഞങ്ങൾ ഡാൻസ് തുടങ്ങി. ഇത് ഏത് പാട്ടാന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യൂ. ഞാൻ ചെറിയ ശബ്ദത്തിൽ ഇടാം, കാരണം കോപ്പിറൈറ്റ് ഇട്ടുമെന്ന് എനിക്കൊരു പേടിയുണ്ട് ഗൈസ്. പിന്നെ ഞങ്ങൾ ഡാൻസ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഉണ്ണിയുടെ തുള്ളലായിരുന്നു. തുള്ളി 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 അതൊരു 1.5 തുള്ളലായിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ യാത്ര വീണ്ടും ആരംഭിച്ചു. പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ ഇട്ടു, പാട്ട് പാടലായി. പിന്നെ അയ്യോ, അത് ഓർമ്മിപ്പിക്കല്ലേ. പിന്നെ ഞങ്ങൾ ഓരോരുത്തരുടെ എക്സ്പ്രഷൻ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ആദ്യം അമ്മയുടെ എക്സ്പ്രഷൻ, പിന്നെ എൻ്റെ അച്ഛൻ്റെ എക്സ്പ്രഷനാണ്. അച്ഛൻ്റെ വീഡിയോയിലൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ചേട്ടൻ പിന്നെ ഉറങ്ങുവാണ്, എവിടെ ചെന്നാലും ഉറക്കമാണ് മുഖ്യം. പിന്നെ എൻ്റെ ക്യൂട്ട് എക്സ്പ്രഷനായിടുന്ന കല്ലു, അവൾ എക്സ്പ്രഷൻ ക്യൂനല്ല കൂനാണ്. 12 ചുട്ടോടി, എനിക്കൊരെണ്ണം തന്നോടി, ഞാൻ തരുമ്പോ തിന്നോ. അപ്പൊ ഗൈസ് അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പൊ ഞങ്ങള് ബോട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങള് ഫുഡ് അടിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ഞങ്ങൾക്ക് ചീനിയും താറാവും കൂടെ തന്നു. അതും പോയ വഴി ഞങ്ങൾ അറിഞ്ഞില്ല ഗൈസ്. പിന്നെ അവരുടെ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ തന്നു, കൊഞ്ച് റോസ്റ്റ് തന്നു, പിന്നെ കണവ റോസ്റ്റ് തന്നു, പിന്നെ ചിക്കൻ ബിരിയാണി ഒരു പ്ലേറ്റ് തന്നു. എല്ലാം അടിപൊളി, ഒന്നിനൊന്നും മെച്ചമായിരുന്നു ഗൈസ്. ചിക്കൻ ഫ്രൈ ഇതെല്ലാം കൂടെ കഴിച്ച് വയറ് നിറഞ്ഞു ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ബൈ.